ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പാഠപഠന ക്ലാസ്സിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ 13ാമത്തെ പാഠം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ആഴ്ചയിലേക്ക് നമുക്ക് 13ാമത്തെ പാഠം പഠിച്ചുകൊണ്ട് നമുക്ക് നീങ്ങാം. 13ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് ദൈവത്തിൻ്റെ ദൗത്യ പര്യവസാനം എന്നാണ്. നമുക്ക് ഈ പാഠപഠനത്തിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതകൾ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗ്ഗങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, ഈ പാഠം ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, പാഠം പഠിപ്പിക്കുന്ന അടിയനോട് കൂടി ഇരിക്കുമാറാണ്. സകല പാപമോടന്ന് അവിടുത്തെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കുമാറാവണേ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമാറാകണമേ. ഈ പാഠം പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തെ പ്രാവർത്തികമാക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തു നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. അപ്പോൾ 13ാമത്തെ ദൈവത്തിൻ്റെ ദൗത്യ പര്യവസാനം എന്ന ഈ ക്വാർട്ടറിലെ അല്ലെങ്കിൽ ഈ വർഷത്തെ ലാസ്റ്റ് പാഠത്തിലേക്ക് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. ഈ ദൈവത്തിൻ്റെ ദൗത്യം, എൻ്റെ ദൗത്യം എന്ന് പറയുന്ന ഈ ക്വാർട്ടറിലെ എല്ലാ പാഠത്തിനു മുമ്പുള്ള മുഖവരിയിൽ ഒരു ചെറിയ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണത്? ഒരു ചതുപ്പ് നിലയത്തിലെ ആൾക്കാർ വീണ് നശിക്കുന്നു. അപ്പോൾ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനു വേണ്ടി ആ ഗ്രാമത്തിൽ ഒരു കമ്മിറ്റി കൂടുകയും അവസാനം അവർ ആ കമ്മിറ്റി കൂടുന്നത് ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ അവർക്കത് കൂടുന്നതിന് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കുകയും പിന്നെയും അവിടെ ചതുപ്പ് നിലത്തിൽ വീണ ആൾക്കാരുടെ കരച്ചിൽ കേൾക്കുന്നത് കാരണം ആ കരച്ചിൽ ശബ്ദം അകത്തേക്ക് കെട്ടിടത്തിനകത്തോട്ട് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സൗണ്ട് പ്രൂഫിംഗ് സിസ്റ്റം ഒക്കെ വെച്ചതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ കെട്ടിടത്തിൽ പുരോഗതി പ്രാപിക്കുമ്പോഴും ആ ചതുപ്പ് നിലത്തിൽ യാതൊരു കാര്യം അവർ ചെയ്യാതെയും ആൾക്കാർ അവിടെ പിന്നെയും വീണ് മരിച്ചുകൊണ്ടിരുന്നു അല്ലേ. നമ്മൾ ഈ പാഠങ്ങളെല്ലാം പഠിക്കുന്നത്, ഈ പാഠവും അതുപോലെ എല്ലാ ക്വാർട്ടറിലെ എല്ലാ പാഠവും നമുക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നമ്മളും ഒരുങ്ങുന്നതിന് വേണ്ടിയും അതോടൊപ്പം മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയാണ്. ശരിക്കും നമ്മൾ ഈ ഓരോ പാഠം പഠിച്ച് പോകുമ്പോഴും നമ്മളും ഒരുങ്ങാതെയും ചിലപ്പോൾ സ്വർഗരാജ്യത്തിന് മറ്റുള്ളവർ ഒരുക്കാതെയും പാപികൾ അതുപോലെ നശിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. ഈ 13 പാഠത്തിൻ്റെയും ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും അർത്ഥവത്തായ ഒരു കഥയാണതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലേ. നമ്മൾ ഈ 12 പാഠം ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു പോയതാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച്. നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ചു. അതിനെ തുടർന്ന് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് പഠിച്ചു, ദൈവത്തിൻ്റെ ദൗത്യം പങ്കിടുന്നതിനെക്കുറിച്ച് പഠിച്ചു, അയൽക്കാരോടത്ത് എങ്ങനെ പങ്കിടണമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാതെ ഉണ്ടാക്കുന്ന ഒഴിവുകളികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ശക്തരിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് പഠിച്ചു. ദൈവത്തിൻ്റെ ദൗത്യം എത്തിപ്പെടാത്തവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളത് 2 ഭാഗമായിട്ട് പഠിച്ചു. ഇപ്പം നമ്മൾ 13ാമത്തെ ഭാഗത്തിലെത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൗത്യം ഇവിടെ അവസാനിക്കുന്നതായ ഒരു ഭാഗത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൻ്റെ മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. 2 പത്രോസ് 3-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങളാണ് മനപ്പാഠവാക്യമായിരിക്കുന്നത്. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നാണ് 2 പത്രോസ് 3-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് അല്ലേ. നമ്മൾ ഈ ദൗത്യ പര്യവസാനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെളിപ്പാടിൻ്റെ പ്രവചന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ഏറ്റവും അവസാനത്തെ പാഠം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്ത്യകാലത്തിൻ്റെ ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ വെളിപ്പാട് പുസ്തകമെന്ന് നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട് അല്ലേ. അതായത് കർത്താവായ യേശു ക്രിസ്തുവും സാത്താനുമായിട്ടുള്ള സംഘടനമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അല്ലേ. അവസാനം ഈ യുദ്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജയിക്കുകയും സകലവനും സകല ദുഷ്ടന്മാരും അഗ്നിയിൽ നശിപ്പിക്കപ്പെടുകയും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ അവസാനത്തെ ബൈബിളിൽ തന്നെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചു വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈ ക്വാർട്ടറിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തും നമ്മൾ പഠിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തോട് ഏതൽക്കാല സത്യം പ്രഖ്യാപിക്കാനുള്ള നമ്മുടെ ആഹ്വാനം എല്ലാവരും ദൈവത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുന്നത് വരെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ അതോടൊപ്പം ഈ ദൗത്യം അവിടെ പര്യവസാനിക്കുകയാണ്. ഇനി
നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗം വെളിപ്പാട് ദൈവത്തിൻ്റെ അന്ത്യകാല ദൗത്യം. വെളിപ്പാട് ദൈവത്തിൻ്റെ അന്ത്യകാല ദൗത്യം. അപ്പോൾ വെളിപ്പാടിൻ്റെ ശ്രദ്ധാകേന്ദ്രവും അല്ലെങ്കിൽ ഉറവിടവും അല്ല കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്കതിലേക്കൊന്ന് പോകാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതന്മാർ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് തന്നെയാണ് ദൂതന്മാർ മുഖാന്തരം ആർക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത്? യോഹന്നാന് പ്രദർശിപ്പിക്കുകയും ഇപ്പോൾ നമ്മളതെല്ലാം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ തുടർന്ന് നമ്മൾ 4ഉം 5ഉം വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഉണ്ടായിരുന്നവനും ഉള്ളവനും പിതാവായ ദൈവം ഭൂമിയും അതിലുള്ളതിനെയും സൃഷ്ടിച്ചവനാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആരാണെന്ന് നമുക്ക് ആ വാക്യങ്ങൾ മനസ്സിലാവുന്നു. കർത്താവായ യേശു ക്രിസ്തു ആണെന്നും നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ആ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് 5ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാകുന്നുണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ഭൂമിയും അതിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ച ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതിലുപരി ആ ദൈവത്തിൻ്റെ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നും ആ ദൈവത്തിൻ്റെ ദൗത്യ പര്യവസാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തെ പഠിക്കുന്നതെന്നും നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആരാണ്? അന്ധകാരത്തിൽ നിന്ന്, അത് നമ്മൾ ഒരിക്കൽ പാപത്തിൽ നിന്ന് നമ്മുടെ ഈ സത്യത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടു. അപ്പോൾ അടുത്ത് നമ്മൾ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം. അപ്പോൾ ഏത് രാജാവിൻ്റെ വർഗത്തിൽ പെടുന്നതാണെന്ന് വെച്ചാൽ സൃഷ്ടിച്ച ദൈവമായ, അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന രാജാവിൻ്റെ വർഗത്തിലാണ് നമ്മൾ. അപ്പോൾ എല്ലാ രാജാക്കന്മാർക്കും ദൗത്യമുണ്ട്. ആ രാജ്യത്തെ സംരക്ഷിക്കുകയെന്നും നശിച്ചു പോകുന്ന ജനങ്ങളെ രക്ഷിക്കേണ്ടതായ ദൗത്യമുണ്ട്. അപ്പോൾ ക്രിസ്തു എന്ന രാജാവിൻ്റെ ദൗത്യമാണ് ഈ ഒരു റോയൽ ഫാമിലിയിലോട്ട് കടന്നു വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രാജാവിൻ്റെ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, അത് യഹൂദന്മാർ മാത്രമല്ല, അതായത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന എല്ലാവരും അതിൽ ഉൾപ്പെടും അല്ലേ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്നാണ്. അപ്പോൾ ദൈവത്തെ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ആരായിരുന്നാലും ജാതി ഗോത്ര ഭാഷ വംശം ഒന്നുമില്ല, ഒരു തരവുമില്ല, ആരായിരുന്നാലും നമ്മൾ ഏതിൽ പെടുന്നുണ്ട്? രാജകീയ വംശത്തിൽ പെടുന്നുണ്ട്. അപ്പം നമ്മളുടെ ഉത്തരവാദിത്വം, അതായത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ ദൗത്യം, എൻ്റെ ദൗത്യം അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? നശിച്ചു പോകുന്ന ആൾക്കാരെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുക, സ്വർഗം എന്ന പരദീസിലേക്ക് കൊണ്ടുപോകുക. അപ്പം നമ്മളിലെയും അതേ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അതേ ദൗത്യമാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നശിച്ചു പോകുന്നവരെല്ലാവരെയും അവിടെ നിന്ന് രക്ഷിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക, അതായത് എന്താണ്? അവർക്ക് പാപത്തിൽ നിന്ന് വിടുതൽ നൽകുക, എന്നേക്കുമുള്ള ഒരു ജീവിതം അവർക്കും സാധ്യമാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ്, ഈ ഒരു ദൗത്യമാണ് നമ്മളും നിറവേറപ്പെടേണ്ടിയിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്രിസ്തു തൻ്റെ സഭയെ, അവൻ്റെ രാജ്യവും അതിലെ അംഗങ്ങളെ എന്താണ്? അതിൽ പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുമ്പോൾ എന്താണ്? അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വിശ്വാസം കാത്തുകൊള്ളുന്നു. അപ്പോൾ 1 യോഹന്നാൻ്റെ 14 അതുപോലെ പഠിച്ചതുപോലെ ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്? അവനിലോ വിശ്വാസം കാത്ത് സൂക്ഷിക്കുമ്പോൾ അവൻ്റെ ഫാമിലിയുടെ അംഗമാവുന്നു, പുരോഹിത വർഗമാവുന്നു, രാജകീയ വർഗമാവുന്നു, വിശുദ്ധ വംശമാവുന്നു, ദൈവത്തിൻ്റെ തന്നെ സ്വന്തം ജനമാകുന്നു. അപ്പോൾ വെളിപ്പാടിൻ്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോർ വിലപിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സത്യം മറ്റുള്ളവർ അറിയിച്ചില്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? ആ ചതുപ്പ് നിലത്തിൽ ആൾക്കാർ വീണ് മരിച്ചു പോയതുപോലെ എന്താണ് ഈ പാപത്തിൽ ആൾക്കാർ മരിച്ചു പോവുകയും കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോഴത്തെ എന്താണ് അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനോട് പോകാൻ പറ്റാതാകുകയും അവരെന്ത് ചെയ്യും? വിലപിക്കും, ദുഃഖിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ എന്താണ് വെളിപ്പാടിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ റോയൽ ഫാമിലിയിലെ അംഗമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ് എന്നതിലുപരി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിലേക്ക് ആൾക്കാരെ
ശനിക്ക്, അതായത് പാപത്തിൽ വീണ് പാപത്തിൻ്റെ ചതുപ്പ് കുഴിയിൽ വീണ് മരിച്ചു പോകുന്നവരെല്ലാവരെയും രക്ഷപ്പെടുത്തുക എന്നൊരു ദൗത്യവും നമ്മളിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനായി ഈ ഒരു ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും പരിശുദ്ധ മുഖാന്തരം ഒരുങ്ങുമാറാകട്ടെ. അപ്പോൾ തിങ്കളാഴ്ചത്തെ ഭാഗം 3 മാലാഖമാരുടെ സന്ദേശങ്ങളും ദൗത്യവും എന്നാണ്. 3 മാലാഖമാരുടെ സന്ദേശങ്ങളും ദൗത്യവും. സ്വർഗത്തിൽ യുദ്ധം നടത്തി പരാജയപ്പെട്ട സാത്താനും സൈന്യവുമാണ് അവരെന്താണ് ഭൂമിയിലെത്തപ്പെട്ടത്. അവർക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലേ. സ്വർഗം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ്, ഭൂമിയുടെ പരപ്പിൽ നിന്ന് അവർ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും എന്ന തിരിച്ചറിവ് എന്താണ് അവരിൽ മഹാക്രോധം ജനിപ്പിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ വെളിപ്പാടിൻ്റെ 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അതാണ് നമ്മുടെ 3 ഏഞ്ചൽസ് മെസ്സേജ് അല്ലേ. അപ്പോൾ ഈ 3 ദൂതന്മാരുടെ ദൂതുകൾ, ആ സന്ദേശങ്ങളാണ് നമ്മൾ ഈ 14 അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ഇതെല്ലാം എന്താണ്? മുന്നറിയിപ്പിൻ്റെ സുവിശേഷങ്ങളാണ്, മുന്നറിയിപ്പിൻ്റെ ദൂതുകളാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഈ മുന്നറിയിപ്പിൻ ദൂതുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും അത് അറിയാത്തവർ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അംഗീകരിക്കാത്തവരെ കുറിച്ചല്ല ഈ സംസാരിക്കുന്നത്. അറിയാതെ എന്താണ് ഇത് ആൾക്കാർ നശിച്ച് പോകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ ദൂതൻ്റെ ദൂത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെയൊക്കെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഭൂമിയും സമുദ്രവും നീരുറവും സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോടാണ് ഈ ദൂത് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആര് നമസ്കരിക്കാനാണ്? ഭൂമിയും സമുദ്രവും ആകാശവും നീരുറവുകളും ഉണ്ടാക്കി ദൈവത്തെ നമസ്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ തന്നെ കാണുന്ന എന്താണ്? ഈ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നതിലുപരി കൈപ്പണിയായി നിർമ്മിച്ച ദൈവത്തെയും അല്ലെങ്കിൽ മനുഷ്യനെ തന്നെ ദൈവമായി അവരോധിച്ചിട്ട് ആരാധിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാണിയം കൊടുക്കാനുള്ള ഒന്നാമത്തെ ദൂത് പ്രകാരം നമ്മൾ വാണിയം കൊടുക്കേണ്ടത് ആരോടൊക്കെയാണ്? എല്ലാ മനുഷ്യരോടുമാണ്. എന്താണ് വാണിയം കൊടുക്കാനുള്ളത്? ഭൂമിയും സമുദ്രവും ആകാശവും നീരുറവും ഉണ്ടാക്കിയ ദൈവത്തെ നമസ്കരിക്കുക എന്ന് വാണിയം കൊടുക്കണം. പോരാഞ്ഞിട്ട് എന്താണ്? അതിൽ നമസ്കരിക്കാത്ത പക്ഷം എന്താണ്? ദൈവത്തിൻ്റെ ന്യായവിധി നാള് വരുന്നുവെന്നും അഗ്നിഗന്ധകങ്ങൾ വിശുദ്ധ ദൂതന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണ്? ശിക്ഷാവിധി, ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെന്നും ആ സമയത്ത് കൈപ്പണിയാൻ നിർമ്മിച്ച ഒരു ദൈവങ്ങൾക്കും മനുഷ്യ ദൈവങ്ങൾക്കും, അതായത് മനുഷ്യന് ദൈവമായി അവരോധിച്ച് ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കും തന്നെ എന്താണ്? സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ സാധ്യമല്ല എന്നൊരു മുന്നറിയിപ്പ് നമ്മൾ സകല ദേശങ്ങളോടും സകല മനുഷ്യരോടും അറിയിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മളിതിൽ പഠിച്ചു പോരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അറിയിച്ച് അവർ ദൈവത്തിലോട്ട് ആയിക്കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു വലിയ ദൈവക്രോധത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ ലൂക്കോസ് 11:23 വാക്യത്തിൽ പറയുന്നത്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നുവെന്നാണ്. അതായത് സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായില്ലെങ്കിൽ തയ്യാറാകാത്തവരെല്ലാവരും എന്താണ്? വീണുപോയി. അതായത് സൃഷ്ടിച്ച ദൈവത്തോട് മറുത്ത് മത്സരിച്ച് സ്വർഗത്തിൽ നിന്ന് വന്ന എൻ്റെ പക്ഷത്താണ്, അതായത് സാത്താൻ്റെ പക്ഷത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 2 ഗ്രൂപ്പുകൾ മാത്രമേ കാണത്തുള്ളൂ അന്ത്യകാലത്ത്. ദൈവത്തെ ആരാധിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന പ്രമാണിക്കണം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പും മറ്റ് ദൈവത്തെ ആരാധിക്കാത്തൊരു ഗ്രൂപ്പും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എത്തീസ്റ്റ് എന്നൊരു ഗ്രൂപ്പ് കൂടെ നമ്മൾ കാണുന്നത്. അവരെന്താണ്? അവർ ദൈവമേ ഇല്ല, അവർ യാതൊരു ദൈവത്തെയും ആരാധിക്കാത്തൊരു ഗ്രൂപ്പാണ്. പക്ഷേ അത് ഏതിൽ പെടുന്നുണ്ടോ? ദൈവത്തിന് പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിൽ പെടുമെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ മലാഖിയുടെ പുസ്തകം 4:1 വാക്യം ഇങ്ങനെ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പം നമുക്കറിയാം ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു. എങ്ങനെയാണ്? സകല ദുഷ്ടന്മാരും അഹങ്കാരികളും വേരും കൊമ്പും ശേഷിക്കാതെ എന്താണ്? നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ വരുമെന്ന് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൈവകോപ ദിവസത്തിൽ പെടാതെ എല്ലാവരെയും രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതാണ് ദൈവത്തിൻ്റെ ദൗത്യം. അത് നമ്മളിലൂടെ നിറവേറ്റപ്പെടണം എന്ന് ദൈവം തന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അതിന് നമ്മളെല്ലാവരെയും ദൈവം ഒരുക്കുമാറാകട്ടെ.
നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗം അന്തിമ പ്രതിസന്ധി. എന്താണ് അന്തിമ പ്രതിസന്ധി എന്ന് നമുക്ക് പോകാം. അതായത് കർത്താവായ യേശു, നമ്മളിപ്പോൾ പറഞ്ഞു പോയതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഭൂമിയിലെ സകല മനുഷ്യരും രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ഒന്നെന്താണ്? മതപരവും രാഷ്ട്രീയപരമായ സ്ഥാപനങ്ങളിലൂടെ സാത്താൻ്റെ അധികാരത്തിന് കീഴടങ്ങിയവർ. രണ്ടാമത് എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് കീഴടങ്ങിയവർ. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും പെടാതിരിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഇതിൽ രണ്ടിലും പെടാതെ നമുക്കൊരു നിഷ്പക്ഷ നിലപാട് പുലർത്തിക്കൊണ്ട് പോകാമെന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നവർ കാണും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ പ്രതിസന്ധി രൂപാന്തരപ്പെടും. കാരണം എപ്പോഴും നമ്മൾ ഒത്തുനിന്നാൽ, ഒറ്റക്കെട്ടാതെ നിന്നാൽ പ്രതിസന്ധി ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് ഏത് കാര്യത്തിനാണെങ്കിലും. പക്ഷെ നമ്മൾ ഏത് കാര്യത്തിനാണെങ്കിലും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പോയാൽ ഒരു പ്രതിസന്ധി അവിടെ തീർച്ചയായിട്ടും. രണ്ടായിട്ട് വിഭജിക്കപ്പെടുമ്പോൾ രണ്ട് ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരായിരിക്കും. അത് തന്നെ ഒരു വളരെ വലിയ പ്രതിസന്ധി അവിടെ അന്ത്യകാലത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് ജീവിക്കണം, അങ്ങനെ മുന്നോട്ട് ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, പിന്നെ അതല്ലാതെ രാഷ്ട്രീയപരമായ മതപരമായ സ്വാധീനങ്ങളിലൂടെ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ അന്ത്യകാലത്ത് സൃഷ്ടിക്കപ്പെടുന്നതാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണെന്ന് നമ്മളിത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ അനുസരിക്കണമെന്ന് നമ്മളിപ്പോൾ പഠിച്ചതുപോലെ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പഠിച്ച പോലെ ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശമാരോട് അറിയിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം നമ്മൾ നടത്തേണ്ടതുണ്ട് അല്ലേ. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്നും എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതാണ്. ഈ സ്നേഹമാണ് വലുതെന്നും ക്രിസ്തുവിന് നമുക്ക് വേണ്ടി കാൽവറി കുറിച്ച് ചൊരിഞ്ഞ വലിയ സ്നേഹത്തെക്കുറിച്ച് എല്ലാവരോടും നമ്മൾ അറിയിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ 2 പത്രോസ് 3:9 ഇങ്ങനെ വായിക്കുന്നു: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്നാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതായത് ആരും നശിച്ചു പോകാതെ, നമ്മൾ വിചാരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് പറയുന്ന അല്ലാതെ വരുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒത്തിരി പേര് ചിലപ്പോൾ നമുക്കൂടെ ഉൾപ്പെടെ തോന്നാറുണ്ടല്ലേ. ഒത്തിരി പേര് അതായത് ദൈവം നമ്മളെ താമസിക്കുന്നില്ല, ദൈവത്തിൻ്റെ വരവ് ഒരിക്കലും താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയവും അവസാനിക്കുമെന്നാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ. അപ്പം നമ്മളൊരു മനുഷ്യനാണെങ്കിൽ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവിനെ അംഗീകരിക്കണം. ഇല്ലാത്ത പക്ഷം എന്തായിരിക്കും? ക്രിസ്തുവിനോട് മറുത്ത് മത്സരിച്ച ആരുടെ പക്ഷത്തായിരിക്കും? സാത്താൻ്റെ പക്ഷത്തായിരിക്കും. അവിടെ എന്ത് സംഭവിക്കും? ദൈവം ന്യായവിധിക്ക് വേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? അവരെല്ലാവരും നമ്മൾ മലാക്കിയുടെ പ്രവചനത്തിൽ വായിച്ചോളി ചുള്ള പോലെ കത്തുന്ന ഒരു ദിവസം വരുമ്പോൾ സകല ദുഷ്ടന്മാരും, അതായത് ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവത്തെ സ്നേഹിക്കാതെ എല്ലാവരും ഒരുപോലെ താളടിയായി പോകുമെന്ന് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ പഠിച്ചു വരുന്നുണ്ട്. നമ്മൾ ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗം ദൗത്യത്തിൽ വിജയം. അപ്പോൾ നമ്മൾ വിജയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് നമ്മളത് പാസ്സാകുമ്പോഴാണ്, പാസ്സാകുന്നതിനെയാണ് നമ്മൾ വിജയം എന്ന് പറഞ്ഞാൽ, വിജയിക്കുന്നതിനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി പഠിച്ച് എഴുതിയിട്ട് പാസ്സായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? വിജയിച്ചില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഗം എടുക്കുന്നത് ദൗത്യത്തിൽ വിജയം എന്നാണ്. അതായത് നമ്മൾ ഈ ദൗത്യത്തിൽ വിജയം എന്ന് പഠിക്കുമ്പോൾ വിചാരിക്കാൻ തന്നെ അനേകം സ്നാനം നേടുക, അല്ലെങ്കിൽ അനേകം ആൾക്കാർ പള്ളിയിൽ ചേർക്കുക, വലിയ കെട്ടിടങ്ങൾ പണിയുക എന്നൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് ധരിച്ചു വരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, 1 കൊരിന്ത്യർ 3:6 പറഞ്ഞതുപോലെ ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രയും വളരുമാറാക്കിയത് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പ്രവർത്തിക്കുമ്പോഴും ഒത്തിരി പേര് വന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയിക്കുന്ന സത്യം ആരും അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോഴും നമുക്കൊക്കെ വിഷമം ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാണ്ട് തീർച്ചയായിട്ടും ഇത് വളരുമാറാക്കുന്നത് ദൈവമാണ്. നമ്മുടെ ദൗത്യം എല്ലാവരും എത്തിക്കുമ്പോൾ ഈ ദൗത്യത്തിൽ നമ്മൾ വിജയിച്ചെന്ന് മനസ്സിലായി. നമ്മളുടെ ദൗത്യം എല്ലാവരിലും എത്തിക്കുക എന്നതാണ്. തീർച്ചയായിട്ടും ഇത് വളരുമാറാക്കുന്നത് ആരാണ്? ദൈവമാണ്. തക്ക സമയത്ത് ദൈവം മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരെയും ദൈവം പിതാവിലെ
മുഖാന്തരം ആകർഷിക്കപ്പെട്ട് തീർച്ചയായിട്ടും സത്യം സ്വീകരിച്ച് വരുന്നതായിരിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 കൊരിന്ത്യർ 11:2 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യാൻ ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. അതായത് ദൈവത്തിന് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള അതേ ഒരു തോന്നലാണ് എനിക്കുള്ളതെന്ന് പറയുന്നത്. എന്താണ്? ക്രിസ്തു എന്ന ഏക പുരുഷന്, ക്രിസ്തു എന്ന ഏക ദൈവത്തിന് നമ്മളെന്താ നിർമ്മല കന്യകയായി കൊടുക്കാനായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അല്ലേ. അതായത് യാതൊരു പാപമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല പാപവും കഴുകി ശുദ്ധീകരിച്ച് യാതൊരു പാപവും ഇല്ലാതെ നമ്മൾ എന്താണ് വിവാഹ നിശ്ചയം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക മണവാളൻ ഏക ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതാണ്. ഏറ്റു പറയുക എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നത് പറയുന്നത് ശരിക്കും ഒരേ തട്ടിൽ തന്നെ വെക്കണം. നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് പിന്നെ പാപം ചെയ്തതുകൊണ്ട് ഏറ്റു പറഞ്ഞതിന് ഗുണം ഉണ്ടാകുന്നില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം എന്നതാണ് പറയുന്നത്. അതായത് നമ്മളൊരു ടെംപ്റ്റേഷനിൽ ആദ്യം തന്നെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ടെംപ്റ്റേഷന് ഒരിക്കലും അകപ്പെടില്ല, ഈ ഒരു പാപം നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്നൊരു ഡിസൈഡഡ് മാനറിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് സിസ്റ്റർ വൈറ്റിൻ്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും എന്താണ്? നമ്മൾ പാപത്തിൽ പെടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റു പറയുന്നതോടൊപ്പം ഉപേക്ഷിക്കുക എന്നാണ്. പാപം ഏറ്റു പറയുന്ന, പാപക്ഷമ കൊടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ പാപം ക്ഷമിച്ച് കിട്ടിയതോടൊപ്പം നമ്മളത് ഒരിക്കലും ചെയ്യാതിരിക്കണം ഉപേക്ഷിക്കുക എന്നൊരു വലിയ കാര്യം കൂടെ നമ്മൾ അതോടൊപ്പം ചെയ്യുമ്പോഴാണ് എന്താണ് നിർമ്മല കന്യകയായി ക്രിസ്തു എന്ന ഏക പുരുഷന് നമുക്ക് ഏക ദൈവത്തിന് നമുക്ക് ഭാര്യയാവാൻ കഴിയുകയുള്ളൂ, മണവാട്ടിയാവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും എന്താണ് വിശ്വസ്തരായി അവനോടൊപ്പം നിലകൊണ്ടതുപോലെ പരിശുദ്ധാത്മാവ് അവരെ നയിച്ചതുപോലെ നാമും അധാർമികതയൊന്നുമില്ലാതെ എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന് കീഴടങ്ങി ഇരിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അതുപോലെ എല്ലാവരിലും ഈ ദൗത്യം എല്ലാവരിലും പാപത്തിൽ വീണ് കിടക്കുന്ന എല്ലാവരിലും ഇത് എത്തിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ഇവിടെ 1 യോഹന്നാൻ 1:9 ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നാണ്. അപ്പം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ എന്താണ്? ഏറ്റു പറഞ്ഞാൽ ദൈവം എന്താണ് അത് ക്ഷമിക്കുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും അങ്ങനെ നമ്മൾ വിശ്വസ്തനെന്നും നീതിമാനെന്നും ദൈവം കണക്കാക്കിക്കൊണ്ട് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും നമുക്കും ദൈവത്തോടൊപ്പം വസിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൗത്യത്തിൻ്റെ വിജയം എന്ന് വെച്ചാൽ എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ വിജയം എന്നാണ്. നമ്മൾ എല്ലാവരിലും നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെല്ലാവരിലും ആ ചതുപ്പ് നിലമാകുന്ന പാപത്തിൽ വീണ് നശിച്ചു പോകുന്ന എല്ലാവരിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ എത്തിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഒരിത് പഠിപ്പിക്കുകയല്ല, അത് പ്രാവർത്തികമാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യത്തിൻ്റെ വിജയമെന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നു. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗം ദൗത്യം പൂർത്തിയായി. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു.
അപ്പോൾ നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തിൽ പഠിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ദൗത്യ പൂർത്തീകരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ദൗത്യം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി ലോകം എന്നേക്കുമായി ദൗത്യത്തിൽ ഏർപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കരുത്. ശരിക്കും എന്താണ്? ദൗത്യം നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നു, ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പിന്നെ കാണുന്ന നമ്മൾ എന്താണ്? പുതിയ ആകാശവും പുതിയ ഭൂമി. നമ്മൾ എന്താണ് കാണിച്ചത്? അവിടെ ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, ഇല്ലേ? അവിടെ നമുക്കൊരു ദൗത്യ നിർവഹണവുമില്ല, ഇല്ലേ? കാരണം എന്താണ്? ഇവിടെ ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞു, പൂർത്തിയായി. നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. പഴയതെല്ലാം മൂലപദാർത്ഥങ്ങൾ ഉൾപ്പെടെ എന്താണ്? വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോയിരിക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന എവിടെയാണ്? ഇതൊരു സ്വപ്നഭൂമിയാണ്. പക്ഷേ ഈ സ്വപ്നഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകണമെങ്കിൽ എന്താണ്? നമ്മൾ പാപമില്ലാതെ ജീവിക്കണം. അപ്പോൾ എന്താണ്? നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ എന്താണ്? നമുക്ക് ഈ സ്വപ്നഭൂമി എന്ന പുതിയ ഭൂമിയും പുതിയ സ്വർഗവും ഇത് നമുക്ക് എന്താണ്? സ്വപ്നം മാത്രമായിരിക്കില്ല, യേശുവിനോട് ജീവിക്കുക എന്നുള്ളത് ഈ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ ഈ വാക്യങ്ങളോട് പറയുന്നു. ഈ ലാസ്റ്റ് വാക്യം എന്താ പറയുന്നത്? ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നവൻ കൽപ്പിച്ചു. നമ്മൾ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ ആദ്യത്തെ പാഠത്തിൽ വായിച്ചു കഴിഞ്ഞു. എന്താണ് അവിടെ വായിച്ചത് നമ്മൾ? ഇത് ആരിലൂടെ? യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് നൂതൻ മുഖാന്തരം യോഹന്നാനെ പ്രദർശിപ്പിച്ചതെന്ന് നമ്മൾ വായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് നൽകപ്പെട്ടത് യോഹന്നാൻ്റെ ഐഡിയാസ് അല്ല, ഇത് ദൈവം തന്നെ നൽകിയതാണ്. ഇത് വിശ്വാസവും ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പോൾ നമ്മളിതെന്താണ്? ഇത് പൂർണ്ണമായി വിശ്വസിക്കുക. ഈ ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തപ്പെടുന്ന എവിടെയായിരിക്കും? തീർച്ചയായിട്ടും ഈ സ്വപ്നഭൂമിയായ സ്വർഗത്തിലായിരിക്കുമെന്ന് ഈ ഭാഗങ്ങൾ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ദൗത്യം നടത്തേണ്ടത് എവിടെയൊക്കെയാണ്? സകല ജാതി, ഗോത്രം, ഭാഷ, വംശമായവരോട് നമ്മൾ ഇത് അറിയിക്കണമെന്നും ഈ ഭാഗത്തിലൂടെ നമ്മൾ പഠിച്ചു വരുന്നു. ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ക്വാർട്ടറിലെ പാഠമൊക്കെ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമ്മളെല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് ലിസ്റ്റിട്ട് ഇതെല്ലാം സാധിച്ചു തരണേ, നടത്തി തരണേ എന്ന് പ്രെയർ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യം നമ്മൾ ആരും നോക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയുന്നു, അതിൽ കൂടുതലും നമുക്ക് നടന്ന് കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, ദൈവത്തിനൊരാവശ്യമുണ്ട്. അതാണ് എൻ്റെ ദൗത്യം, ദൈവത്തിൻ്റെ ദൗത്യം, എൻ്റെ ദൗത്യം. ദൈവത്തിന് ഒരേ ഒരു ആവശ്യമുള്ളൂ. അതെന്താണ്? ദൈവം ചെയ്ത വലിയൊരു കാര്യം എന്താണ്? സകല മനുഷ്യരോടും പറഞ്ഞ് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. എന്താണ് ആ വലിയൊരു കാര്യം? സ്വന്തം പുത്രനെ കാൽവറിയിൽ യാഗമാക്കി നമ്മളെല്ലാവരും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം, ഇതാണ് ഒരേ ഒരു ദൈവത്തിൻ്റെ ആവശ്യം. ഇതെല്ലാവരിലേക്കും എത്തിച്ചെന്താണ്? എല്ലാവരും പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു ദൗത്യം മാത്രമാണ്, അല്ലെങ്കിൽ എന്നൊരു ആവശ്യം മാത്രമാണ് ദൈവത്തിന് നമ്മെ കൊണ്ട് നേടാനുള്ളൂ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേടിത്തരുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ ഈ ആവശ്യം നേടണമെന്ന് എൻ്റെ മനസ്സ് എന്നോട് എപ്പോഴും വല്ലാതെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പാഠത്തിലും അതൊന്ന് ഷെയർ ചെയ്തതാണ്. നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകം 22-ന്റെ 5-ാം വാക്യം പോകുമ്പോൾ, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ രാത്രിയില്ല, സൂര്യനും ഇല്ല, അല്ലേ? കാരണം എന്താണ്? രാത്രിയുടെ ആവശ്യമില്ല. പിന്നെ സൂര്യൻ എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ ദൈവമായ കർത്താവാണ് അവരുടെ മേൽ പ്രകാശിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ മേലും പ്രകാശിക്കുന്ന ആരായിരിക്കും? സ്വർഗ്ഗത്തെത്തി കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് പ്രകാശിക്കുന്നത് കൊണ്ട് അവിടെ സൂര്യൻ്റെ വെളിച്ചം ആവശ്യമില്ല. എല്ലാവരും രാജാക്കന്മാരായിരിക്കും എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം രാജാക്കന്മാരുടെ ജീവിതം എത്ര ആഡംബരമായിട്ട്, എത്ര സന്തോഷഭരിതമായ ജീവിതം എന്നറിയാം. അപ്പം അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് എന്താണ്? രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പോൾ ദൈവം എന്ന രാജാവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാവുന്നു. നമ്മൾ ഈ വ്യാഴാഴ്ചത്തെ ഭാഗത്തിലൊരു വെല്ലുവിളിയുണ്ട്. നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനാ പട്ടികയിലെ ആളുകളുമായി പുതിയ ഭൂമിയുടെ വാഗ്ദാനങ്ങൾ ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങൾക്കായി പ്രാർത്ഥിക്കുക എന്നതാണ്. അതായത് നമ്മൾ ഇത്രയും ആഴ്ചത്തെ പാഠത്തിലും നമ്മൾ ആൾക്കാരെ, അതായത് ദൈവശക്തരിലെ
അറിയാവുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ, സൗന്ദര്യ അഡ്വൻറ്റിസ്റ്റുകാരല്ലാത്തവരുടെ ലിസ്റ്റ് എടുക്കാൻ, അയൽവാസികളുടെ ലിസ്റ്റ് എടുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഓരോ ആഴ്ചത്തെ ഭാഗത്തിൽ നമ്മൾ വായിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇവരുടെയൊക്കെ പ്രാർത്ഥനാ ലിസ്റ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പുതിയ ഭൂമിയുടെ വാഗ്ദാനങ്ങൾ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി അവരോട് പറയാം. അവരോട് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു നിർത്താതെ എന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനൊരു പുതിയ ഭൂമി ഒരുക്കിയിട്ടുണ്ടെന്നും, അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മളെ ആ പുതിയ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം താമസിക്കാൻ കഴിയുമെന്നും എന്നുള്ളൊരാശയം അല്ലേ. അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവരോട് നമ്മൾ അറിയിക്കണം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഈ ക്വാർട്ടറിലെ ഈ വർഷത്തിൻ്റെ തന്നെ അവസാനത്തെ ദിവസത്തെ വെല്ലുവിളി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വാർട്ടർ മുഴുവനായിട്ട് പഠിച്ചത് ദൈവത്തിൻ്റെ ദൗത്യം, എൻ്റെ ദൗത്യം എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചുകൊണ്ട് മുഖവരയിൽ കണ്ട ആ ഒരു കഥ പോലെ നമ്മൾ ഒരിക്കലും ആരും ആവാൻ പാടില്ല. ഞാനും ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം? ആ ചതുപ്പ് നിലത്തിൽ, പാവമാവുന്ന ചതുപ്പ് നിലത്തിൽ വീണ് നശിച്ചു പോകുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സത്യം അറിയിക്കുക, ദൈവസ്നേഹം അറിയിക്കുക എന്നൊരു ദൗത്യമാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ കൂടുതൽ കംഫോർട്ടായിട്ട് ഇരിക്കുന്നതിലുപരി, അല്ലെങ്കിൽ അതിനുപരി എന്താണ്, നമ്മൾ ആ സത്യം എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മോടൊപ്പം ദൈവം ഉണ്ടാക്കുന്ന നഗരത്തിലേക്ക് ക്ഷണിക്കേണ്ടതിന് ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ഈ പാഠപഠനത്തിന് അവസാനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗാസുരങ്ങളിൽ അധിവസിക്കുന്ന സ്നേഹവാനായ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അതിമനോഹരമായ ഒരു പാഠം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞുവല്ലോ. അതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും ഈ ദൗത്യം എത്തപ്പെടാതെ ആരും മരിച്ചു പോകാതിരിക്കേണ്ടതിന്, ഈ ദൗത്യം എല്ലാവരിലും എത്തപ്പെടേണ്ടതിനും പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിച്ച അടിയനെയും അതുപോലെ കേൾക്കുന്ന എല്ലാവരെയും ഇതിനു വേണ്ടി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പഠിച്ചതുപോലെ ഞങ്ങളുടെ അനേകമായ ആവശ്യങ്ങൾ ദൈവം ദിവസം പ്രതി നിറവേറ്റി തരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ആവശ്യമായ ദൗത്യം മറ്റിലേക്ക് എത്തിക്കുക എന്ന ഒരു ആവശ്യം ഞങ്ങളോട് നിറവേറ്റാൻ നീ ആഗ്രഹിക്കുമ്പോൾ അത് നിറവേറ്റപ്പെടേണ്ടതിന് ഞങ്ങളെല്ലാവരെയും എടുത്ത് തക്ക സമയത്ത് ഉപയോഗിക്കുമാറാകണമേ. അത് ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും തിരുവരങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. പഠിപ്പിച്ച അടിയനെയും പാപങ്ങളെല്ലാം ശുദ്ധീകരിച്ച് തരുമാറാകണമേ. അതുപോലെ കേൾക്കുന്നതും കൂടെ പഠിക്കുന്ന എല്ലാവരെയും തിരുവരങ്ങളിൽ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. ഈ ഒരു ഭാഗം, ഈ ഒരു പാഠം പഠിച്ചതിന് ശേഷം ദൈവമേ, ഈ ഒരു ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരും നയിക്കുമാറാണോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ.